എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുകയാണ്. ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം ധൂർത്തപുത്രന്റെ ഉപമയാണ്. ഇതിൽ ഒരു വരി മാത്രം ഒന്ന് ധ്യാനിക്കാൻ നമുക്കിന്ന്. അവൻ പന്നിക്കൂട്ടിലായപ്പോൾ അവന് സുബോധം ഉണ്ടായി. എപ്പോഴാണ് ഈ ധൂർത്തപുത്രന് സുബോധം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ചില നഷ്ടങ്ങളുടെ നേരത്താണ്. ഒരിക്കലൊരു വൈദികൻ ഇങ്ങനെ പ്രഭാത സഞ്ചാരത്തിനായിട്ട് പോവാണ്. ഇവിടെ ഒരു കൂട്ടുകാരനായ വേറൊരു വൈദികനുണ്ട്. ഈ യാത്ര മുന്നോട്ട് പോവാണ്. നേരത്തെ പറഞ്ഞ ആദ്യത്തെ വൈദികന് ഈ പരുന്തുകൾ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം ഈ സഞ്ചാരത്തിനിടയിൽ പരുന്തുകളിങ്ങനെ ആകാശത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു പരുന്ത് അല്ലാതെ ഇങ്ങനെ ആകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്നത് കണ്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആ പരുന്തിനെ മാത്രമാവുകയാണ്. കൂടെയുള്ള മറ്റ് വൈദികനോടെ കാട്ടിക്കൊടുക്കുകയാണ്. അതേ ഒരു നല്ലൊരു പരുന്ത് ആകാശത്ത് ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. കുറച്ച് യാത്ര മുന്നോട്ട് പോയി ഇടയ്ക്ക് വെച്ച് ഈ പരുന്തിങ്ങനെ പതിയെ താഴേക്ക് പറന്നിറങ്ങുന്നുണ്ട്. അപ്പോൾ കൂടെയുള്ള വൈദികനും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഈ പരുന്ത് കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങി കുറെ കാക്കകളുടെ കൂട്ടം വന്ന് ഈ പരുന്തിനെ വല്ലാതെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഈ പരുന്തിനെ ഇഷ്ടമുള്ള വൈദികൻ പതിയെ ഇന്ന് വാവിട്ട് കരയാൻ തുടങ്ങാണ്. വേറൊന്നുമല്ല, എൻ്റെ പരുന്തിനെ ഈ കാക്കകൾ എന്തിനാണ് ഇങ്ങനെ കൊത്തിപ്പറിക്കുന്നത്? കൂടെയുള്ള വൈദികൻ പറയുന്നൊരു മറുപടി ഉണ്ട്. അത് കൃഷ്ണപ്പരുന്താണ്. അവൻ ആകാശങ്ങളുടെ വിധാനങ്ങളിൽ പറക്കേണ്ടവനാണ്. എപ്പോൾ അവൻ അവൻ്റെ നിലവിട്ട് താഴേക്ക് പറക്കുന്നുണ്ടോ അവിടെയൊക്കെ അവന് കൊത്തുകൊള്ളുന്നുണ്ട്. ഇതൊരു കൃഷ്ണപ്പരുന്താണെന്നും അവൻ പറക്കേണ്ടത് ആകാശങ്ങളുടെ വിധാനങ്ങളാണെന്നും ആ നിലവിട്ട് താഴേക്കൊക്കെ പറക്കുമ്പോൾ ചില കൊത്തുകൾ കൊള്ളുന്നുണ്ടെന്നൊക്കെ ഈ കഥ അവശേഷിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. നിലവിട്ട് പറന്ന നിമിഷങ്ങളിൽ ജീവിതത്തിലെ ചില കൊത്തുകൾ നമുക്കും കിട്ടിയിട്ടില്ലേ? അവിടെയൊക്കെ പതറിപ്പോവാതെ എൻ്റെ ദൈവത്തിന് എന്നെ ആവശ്യമുണ്ടെന്ന തിരിച്ചറിവോടുകൂടെ ധൂർത്തപുത്രൻ തൻ്റെ ജീവിതത്തിലൂടെ കണ്ടെത്തിയ വലിയൊരു തിരിച്ചറിവ്, ഒരു സുബോധമുണ്ട്. എൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ വളരെ സുഭിക്ഷമായി ജീവിക്കുന്ന ദാസന്മാരെ കുറിച്ചുള്ള ചിത്രം. നിരാശപ്പെട്ടല്ല ഇവിടെ പോയത്, അവൻ പ്രത്യാശയോടെ അപ്പൻ്റെ അടുത്തേക്ക് ഓടിയെടുക്കണം. ഇത് ഒരു പ്രത്യാശയുടെ യാത്രയാണ്. ഈ നോമ്പുകാലം നിന്റെ ജീവിതത്തിൻ്റെ കുറവുകളെ കണ്ട് നിരാശപ്പെടേണ്ടതല്ല, പ്രത്യാശയോടെ കുരിശിലേക്ക് ഓടിയെടുക്കാനുള്ള, ഒരു ഈസ്റ്ററിലേക്ക് ഓടി നടക്കാനുള്ള ഒരു വലിയൊരു സുന്ദരമായൊരു അറിയിപ്പാണ്. ആ ഒരു അറിയിപ്പ് സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു ദിവസം നിന്റെ കുറവുകളെ, നീ പറക്കാൻ പാടില്ലാത്തിടത്ത് പറന്നുപോയെങ്കിൽ ആ നിമിഷങ്ങളെ കൃത്യമായി ധ്യാനിച്ച് പ്രത്യാശയോടെ കുമ്പസാരക്കൂട്ടിലേക്ക് പോയി തിരുത്താൻ നിനക്കൊരു അവസരമാവട്ടെ. അതിനുവേണ്ട കൃപ, അതിനുള്ള ബലം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.